ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടയത്തേക്ക് പോവാണ്. എന്തിനാണ് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നത്? എൻ്റെ സുഹൃത്ത് മെൽവിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേർ ഇപ്പോൾ വരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. വിശേഷങ്ങൾ ഞാൻ പോണ വഴി കാണിക്കാം. ഗൈസ്, നമ്മുടെ പിള്ളേർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് അവർ എത്തിയിരിക്കുകയാണ്. കേറ്റിയെടുത്ത് കുറച്ച് വെള്ളമാണ് ഇവിടെ. എന്താണ് അഭിനയിക്കണ? വീഡിയോ കൊണ്ട് അഭിനയിക്കണം എന്നാണ് പറയുന്നത്. മതിയടാ. അങ്ങനെ ഗൈസ് നമുക്ക് അവിടെ പിള്ളേരെ കിട്ടി. ആകാശിന്റെ ബലേനോയിലാണ് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നത്. ഹരീഷേ, എത്ര നാൾക്ക് ശേഷമാണ്? ഒരു കാര്യം ചെയ്യും, വളച്ചോ ആ വഴി റോഡ് മോശമാണ്. ഞാൻ ഗേറ്റ് കൊടുക്കാം. ഗായ്സ്, ഞങ്ങൾ വണ്ടി ഒന്ന് വളക്കട്ടെ. ഗായ്സ്, കാറപ്പം നമ്മൾ വളക്കേട്. അപ്പൊ ഗായ്സ്, ഞാൻ ഈ വണ്ടി കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ പോകുകയാണ് ഗായ്സ് കോട്ടയത്ത്. മഴ ശാന്തമാണ്. അതൊക്കെ കോർപ്പറേറ്റ് ജീവിതം എങ്ങനെയുണ്ട്? ഇൻഫോസിസിലെ ജോലി ശോകോ എന്താണ്? തുറന്നു പറ നിന്റെ മനസ്സിലുള്ള വികാരങ്ങൾ. എടാ, അസഭ്യ വാക്കുകൾ പറയല്ലേ. എന്താണെന്ന് നോക്ക് ഗൈസ്, ആർക്കും ഇപ്പൊ സംസാരിക്കാൻ ഇഷ്ടമല്ല നമ്മളെ പോലെ. ആർക്കും ഇപ്പോ വ്ളോഗിൽ വന്ന് തുറന്നു പറഞ്ഞ് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിക്കണം. പോഡ്കാസ്റ്റ് തുടങ്ങിയാല എന്ത് പറയണ്? ഇങ്ങോട്ട് നോക്കി പറ. റെഡിയാണോ? ഗൈസ്, വൈകാണ്ട് നമ്മള് പോഡ്കാസ്റ്റ് കൂടെ തുടങ്ങുന്നതാണ്. പരസ്പരം സംസാരിക്കാനൊക്കെ ആയിട്ട് നടക്കുമെന്നറിയില്ല, പ്ലാനിങ് മാത്രം. പക്ഷെ നടന്നാൽ അത് അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പോ ഞാൻ വണ്ടി കയറിയിട്ടുണ്ട്. ഇനി നമ്മളെങ്ങടെ പോണ്? അവിടെ ചെന്നിട്ട് അശ്വിനെ പിക്കാണ്. എന്നിട്ട് നേരെ കോട്ടയത്ത് കഴിക്കാൻ നിർത്തണുണ്ടോ? നിർത്തം, അവനോട് കൂടി ചോദിക്കാം. അപ്പൊ ഗൈസ്, ഞങ്ങള് കഴിക്കാൻ നിർത്തണം പ്ലാൻ ചെയ്തിട്ട് ഞാൻ ബാക്കി ആര് വിളിച്ചത് കാണിക്കാം. എല്ലാരും വിറ്റുണ്ടായി ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. അയ്യോ, എന്താടാ കൊല്ലോ. അത് കാണിച്ചേ ഗൈസ്, നമ്മുടെ കൂട്ടുകാരനാണ് ആകാശ്. അവന്റെ ഓട്ടം നോക്കൂ ഗൈസ്. വീഡിയോ ചെണ്ട എന്താ പറഞ്ഞത്? എനിക്ക് ഈ പാട്ടൊന്നും എഴുതി തരുമോ? റെഡിയാക്കി തരാന്ന് പറഞ്ഞു. ചെയ്തു കൊടുത്ത മതി ഇത് മതി. പാവം കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാ സാധിച്ചു കൊടുക്കണ്ടേ ഗൈസ്? ആൾക്ക് റീലിടാനാണെന്നാ പറഞ്ഞത്. ഗൈസ്, ഞങ്ങളങ്ങനെ ആലുവയിൽ എത്തിയിട്ടുണ്ട്. ആലുവന്ന് നമ്മള് ഒരു കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് അവനെ പിക്ക് ചെയ്യാം. ലെഫ്റ്റ്. സെൽഫ് ട്രോളാണത്, സെൽഫ് അല്ലല്ല, എന്നെ ട്രോളിക്കൊണ്ടിരിക്കണത്. നമുക്ക് ചെറിയ സമയങ്ങളിൽ നമുക്ക് തെറ്റ് പറ്റും, അത് സ്വാഭാവികമാണ്. എടാ, ഇവിടെ ഒരു പാലം കാണും. ആ പാലം ലെഫ്റ്റ്. അയ്യോ, അത് തന്നെ. ഒരു കാര്യം ഞങ്ങളുടെ അപ്പുറത്ത് പറയാൻ പറ്റും. ഗൈസ്, വഴി അറിയാവുന്ന എന്റെ കുറച്ച് കഷ്ടപ്പാടേ. ഇവർക്ക് വഴി അറിയില്ല. ആ പാലത്ത് പോകുന്ന നിൽക്കാന്നാ പറഞ്ഞത്. അവരുടെ ട്രോളിലടാ മറ്റേ ഇതില്ലേ സ്പീക്കർ. ഞാൻ ചെന്ന് വിളിച്ചേ. ഗൈസ്, അങ്ങനെ നമ്മൾ ആലുവയിൽ എത്തിയിട്ടുണ്ട്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ തുടങ്ങി നല്ല മഴയായിരുന്നു, പക്ഷേ ഇപ്പൊ കുറച്ച് തോന്നലുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോ നമ്മുടെ കൂട്ടാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അവൻ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, അങ്ങ് വിദൂരതയിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ കഥാനായകൻ, നമ്മളുടെ കൂട്ടുകാരൻ. ഇതാ അങ്ങ് വിദൂരതയിൽ നിന്ന് സ്പീക്കറുമായി എത്തിയിരിക്കുകയാണ്. അശ്വിനെ വെയിറ്റ് ചെയ്ത് കുറെ ഇല്ല. ഗായ്സ്, അപ്പൊ നമ്മള് പിള്ളേരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പോണ വഴിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് വണ്ടി കയറി മഴക്കുമ്പേ വിട്ടുകൊടുക്കട്ടെ. ഗായ്സ്, അങ്ങനെ ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്റെ ക്ലാസ്സിൽ പഠിച്ച ഒരുത്തരും
റാപ്പർ ആയിരിക്കുകയാണ്. അതെ, അതിപ്പോ പാടിത്തരുമോ? അത് അവരിപ്പോ പാടിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താന്നൊക്കെ പറയണ്ടത് ഇപ്പൊ നമുക്ക് കേൾക്കാം. പിന്നെ റാപ്പർ ഹരീഷ് ഒന്ന് പാടിയടാ റാപ്പ്. എടാ പാടടാ. ആ എനിക്ക് പാടാൻ അറിയാം. എടാ ഇതൊരു എനിക്ക് ആ ഭാഗം മാത്രമേ അറിയുള്ളൂ. അത് പറഞ്ഞാ പാട് പാട് കുറച്ച് പാടിയായി നമ്മളോട് കൂടി പാടി. മോനലോ വിടും, അപ്പം വിടും. എനിക്ക് അറിയാവുന്ന ഭാഗം മാത്രം ആ പാട്. മോഹൻലോവല്ല ഇങ്ങോട്ട് നോക്കാ പാട്ടേ വെക്കാം. എടാ ഇതിന്റെ പേര് ഗൈസ്, അവനിപ്പോ പാടുന്നതാണ്. എടാ ഇതടിയോ? കോപ്പറേറ്റ് അടിയോ? പിന്നെ copyright ഒക്കെ അടിക്കും. അവ ഇടനെ ഇപ്പൊ തന്നെ വിളിച്ചു വ്ലോഗാണ്. പോരെ. ഞാനല്ലാട്ടോ, അവനാണ്. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് ഇവന്റെയാണ്. ശ്രദ്ധിച്ചോ. എന്നെ പഠിപ്പിച്ചെന്ന അവനാ. അവരാത് വാക്കുകളൊക്കെ പറയണം. പരീക്ഷേ മോനലോ വിട്. എടാ മോനെ, നിന്റെ പേരെന്തോ അതിനകത്ത്? അത് മിന്നല് കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ പൊട്ടിയിരിക്കും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരല് തൊട്ടാൽ പാറക്കല്ലും പൊട്ടും. നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണ് പിറന്നതോ സൂഫി കവിത വീണ്ടും പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ. നിന്റെ പേര് കവിതയോ നിന്നെ കറുത്തനാര് നീ മാടം വെറുതെയോ. മതി മതി മതി. നിന്നെ വീണേ വെറുതെയോ കൈമാറ്റിക്കോ. ഫീനിക്സ് ഇല്ലെന്നുള്ള പോലെ പാട് പാട്. എടാ നിർത്തടാ, തമാശ റെക്കോർഡ് വെറുതെ കൂട്ടാൻ പറ്റൂല. കൊച്ചിക്കാലി ചീറ്റാ നിന്നെ തപ്പിയ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയാ പോലും കിറുക്കമാർക്ക് കിട്ടൂല. മുതൽ പറഞ്ഞു പിടിക്കാൻ പറ്റൂല. പച്ചർച്ചയില് മണ്ണ് പറ്റാത്ത കൂട്ടാൻ പറ്റൂല. കൊച്ചിക്കാലി ചീറ്റാ നിന്നെ തപ്പിയ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയാ പോലും കിറുക്കമാർക്ക് കിട്ടൂല. മുതൽ നിന്ന കൊളുത്ത് നിനക്ക് പറഞ്ഞു പിടിക്കാൻ പറ്റൂല. ചിരി വന്നാ പോയി. ചിരി വന്നിട്ട് പോയി. ഇതിനെ ഗീർമ കിട്ടിട്ടാ എന്തൊക്കെ കഷ്ടപ്പാടാ. പോയി പോയി തീർന്ന് കുറച്ച് ഭാഗമെങ്കിലും പാടണം വേടല്ലേ. നീ കുറച്ച് ഭാഗം പാട്. പാട്ട് കഴിഞ്ഞടാ. പാട്ട് കഴിഞ്ഞ് പൊട്ട നീ പാടും, വേഗം പാട്. എംബി കൂടും. ഇല്ല കൊച്ചിക്കാലി ചീറ്റിയാ നിന്നെ തപ്പിയാ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയാ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല. മുതൽ നിന്ന് കൊളുത്ത് പിടിക്കാൻ പറ്റൂല. പച്ചരിച്ചീരി മണ്ണ് പറ്റാത്ത കൂട്ടാൻ പറ്റൂല. കൊച്ചിക്കാലി ചീറ്റിയാ നിന്നെ തപ്പിയാ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയാ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല. മുതൽ നിന്ന് കൊളുത്ത് നിനക്ക് പറല് പിടിക്കാൻ പറ്റൂല. മനുഷ്യൻ മരിച്ച മണ്ണല്ലേ, ബാക്കി മറന്നു. നിന്റെ ബാക്കിയോ മറന്നുപോയിട്ടാണ് നിന്റെ ഭാഗം വരുമ്പില്ലേ ഇതെല്ലാം പോണു. നിന്റെ ക്യാമറ വരുമ്പോ വ്ലോഗിൽ വരുമ്പോ അവനെല്ലാം മറക്കണം എന്നാണ് പറയണത്. സത്യം ക്യാമറ പേടിച്ചിട്ട് മറന്നു. ഇയാള് പക്ഷേ എന്നാലും ഞങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കുമ്പോ ക്ലാസ്സിൽ ഈ സാർ എടുക്കുമ്പോ മുമ്പിൽ വന്ന് പോലും പാടാത്തവൻ എന്നോട് ആരും പാടാൻ പറയും. ഇവനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. വായില് വിരലിട്ട് കുത്തിയാലും മിണ്ടൂലായിരുന്നു. പക്ഷെ ഇവൻ ഇപ്പൊ എവിടെയോ പോയി പഠിക്കുന്നുണ്ട്. അവിടെ പോയി പാട്ട്, ഡാൻസ്, റീൽസ് എന്തൊക്കെ നടക്കും. പക്ഷെ എന്നാലും ഇത്രയും റാപ്പ് ചെയ്ത് പാടണോണ്ട് നമ്മൾ ആ കഴിവ് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അല്ലേ ഹരീഷേ? അല്ലേ? മാത്രം വീഡിയോ സത്യം അല്ല ഗൈസ്, നമ്മള് സത്യമായി അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. നിനക്ക് ഒരു കഴിവുണ്ട്. അടുത്തൊരു വേടൻ നീ തന്നെയാണ്. അതിന് വേടനെ ഇവിടെ തല്ലി മേടിച്ചാ എനിക്ക് ഇല്ലടാ, നമുക്കെന്ത് കോൺട്രവേഴ്സി? നമ്മള് കറക്റ്റ് കാര്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേടനെ പോലെ ആവും എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു അഭ്യർത്ഥനയാണ് കൊടുത്തത്. കണ്ടില്ലേ? സോ എന്നാലും അവൻ റാപ്പ് ചെയ്ത് പാടിയത് നമ്മൾ അംഗീകരിക്കുന്നു. തംസപ്പ് ഹരീഷേ, തംസപ്പ്. ഗൈസ് ഞാനപ്പോ പോളോയ്ക്കുള്ളത് പിന്നെ കാണിച്ചു തരാം. തുമക്കോ ഹിന്ദി में बहुत नॉलेज है. मुझे हिंदी आती है भाई. मुझे तो सिखाओ. हिंदी आती है, फ्लुएंसी नहीं आती. मैं भी अच्छी तरह हिंदी नहीं जानता. मैं तो मुझे भी स्कूल से नहीं सीखता. मैं तो कार्टून ही देखकर सीखा. मुझे कार्टून नहीं वॉच करता. छोटा भीम वो क्यों? तू कार्टून नहीं देखती क्या? नहीं नो नहीं. मुझे कार्टून नहीं भाई. उस दिन में लाइक मुझे कार्टून मायकन्नन, छोटा भीम हिंदी है. मायकन्नन, डोरा बुजी. क्या?
ഹീമാൻ हीमैन हीमान हिंदी है प्रिंसिल शक्तिमान हिंदी है शक्तिमान कोटियों शक्ति എനിക്ക് तुम हिंदी में बात करो मुझे हिंदी सीखना चाहिए क्रिसिल कोटे का शक्ति मुझे चाहिए मुझे हिंदी का शक्ति चाहिए मुझे अच्छी तुझे तरह क्या सीखना है तुम कुछ पढ़ भी क्यों हो क्या सीखना है तुझे मैं ट्रांसलेट करके देखती हूँ तुझे ഹരീഷേ थोड़ा थोड़ा സംസാരിക്കണ്ട കിളിക്ക് सत्यम थोड़ा थोड़ा हिंदी ഒറ്റടിയിരിക്കും Okay, മരിക്കട്ടെ teach me how to say how are you ഒരു तुम कैसा हो जाती है वो then कुछ टफ सानम പഠിപ്പിച്ചാ പണ്ടാണോ मुश्किल वाला थोड़ा उसको मुश्किल हिंदी मुझे सिखाओ तू मलयालम में बोल मैं ट्रांसलेट करके देती हूँ ക്യാമറ ഓണാക്കിയണ്ട ഞാൻ സാധനം പറയാം ഇതൊന്നും ക്യാമറയിൽ കിട്ടില്ലല്ലോ ആക്ടിങ് 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 എന്റെ ആക്ടിങ് അതൊന്നും അച്ഛനെ ഓണാടാ പറയടാ പറയും ഇല്ലടാ ഒന്നുമില്ല ഓണാക്കി നീ പീപ്പിടേണ്ടി വരും ഇല്ലടാ പറഞ്ഞോ അത് ഹിന്ദിയൊക്കെ എന്താണ് ഹിന്ദി ഓ മൈ ഗോഡ് वो मुझे नहीं आती है भाई അത് ഹിന്ദിയിൽ നിന്ന് കൺവേർട്ട് ചെയ്തോട്ടെ मुझे गली देना नहीं आती है तुम कैसा हिंदी पढ़ती पढ़ तू पूछ रहे कि मैं कहाँ से हिंदी ഹരീഷേ हाँ। രക്ഷപ്പെടടാ तू पूछ रहा है कि मैं कहाँ से हिंदी सीखा തോമാച്ചാ तो കേക്ക് टीवी से सीखा टीवी से टीवी से सीखा लाइक मैं जब छोटा था ना लाइक 5वीं 7वीं क्लास में था हाँ तब वो मैं कार्टून देखता था हाँ वहाँ से हिंदी सीखा मैंने हाँ मैं और मेरा भाई भी हिंदी बोलते हैं हाँ उसे भी हिंदी आते हैं मुझे भी हिंदी आते हैं भाई बैंगलोर में है वो बैंगलोर में कुकिंग कर रहा है यस कुकिंग नॉट कुकिंग वो बैंगलोर में लाइक मेडिसिन मेडिसिन यहाँ मेडिसिन पढ़ा रहे हैं तुम्हारे भाई मेडिसिन पढ़ते पढ़ाता है ला पढ़ते पढ़ते पढ़ाते മെഡിസിൻ पढ़ रहा है वो मेडिसिन पढ़ रहा है वहाँ पर ഹിന്ദി നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല guys. നമുക്ക് കുറച്ച് മലയാളത്തിൽ തന്നെ ഇതാകാം. എന്നോട് ഹിന്ദി പഠിപ്പിക്കാൻ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് അത്രേ ഉള്ളൂ ഇത് കേട്ട് എന്നോട് പറയുമ്പോ എന്നെ ഹിന്ദി മറന്നോണ്ടാണ് ഞാൻ പക്ഷെ നമ്മൾ ഹിന്ദി എഴുതുന്ന ആൾ പഠിക്കും ഗൈസ് പഠിച്ചിട്ട് നമ്മൾ വർത്താനം പറയും പഠിച്ചിട്ട് പറയും ഒരു വ്ളോഗ് ഹിന്ദിയിൽ പറയും സൂപ്പർ പറയില്ലേ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദിയിൽ ഒരു വ്ളോഗ് തുറന്നു അതെ ഹിന്ദിയിൽ വ്ളോഗ് പറയും मैं एक व्लॉग हिंदी में हिंदी में बनाऊंगा मैं ഞാൻ പൊഴുത്തിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് ഒന്ന് കാണാം 2 hours later. ലൈറ്റ് തുടയ്ക്കണം. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മള് ഫൈനലി നമ്മളുടെ ആ റൂമിലേക്ക് ഞാനിപ്പോ കാണിച്ചു തരാം. എടാ ഇത് തന്നെ ഗൈസ് ഓൾമോസ്റ്റ് നമ്മുടെ റൂമിലേക്ക് ഇറങ്ങണില്ല. പിള്ളേരെല്ലാരും ഉണ്ട്. ഞാനിപ്പോ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു കുത്തനെയുള്ള കയറ്റമാണ് ഗൈസ്. കുത്തനെയുള്ളൊരു കയറ്റമാണ്. എല്ലാരും ഉണ്ട്, സെറ്റാണ് ഗൈസ്. അങ്ങനെ ഞങ്ങള് ഫൈനലി ഞങ്ങളുടെ സ്റ്റേയിലെത്തി. ചിക്കൻ വണ്ടി പാർക്ക് ചെയ്യാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. ചെറിയൊരു പ്രശ്നമുണ്ട്, അതല്ല വീട്, താഴത്തുള്ളത് ഇതാണ് വീട്. നല്ല വിറ്റ് എങ്ങനെയുണ്ട്? വീട് മാറിപ്പോയി ഗൈസ്, വീട് മാറിപ്പോയി. ഹലോ മോൻസേ, കല്യാണ ചെക്കന്റെ അരിയർ മോങ്ങാടി എന്താ ഫേഷ്യൽ ചെയ്താ പോടാണ്. അപ്പൊ ഞങ്ങള് റൂമിൽ കയറി കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. എന്താണ് പറയാത്ത വിശാലമായൊരു ഹോള്. ഓക്കെ, ഒരു AC ബെഡ്റൂം വിത്ത് TV, ബാത്റൂം. സെറ്റപ്പ് കൊള്ളാം.
വീണ്ടും ഒരു ഡൈനിങ് ഏരിയ, TV, കിച്ചൺ. ഗൈസ് നല്ല ഫുള്ളി ഫങ്ഷൻ ആയിട്ടുള്ള അടുക്കള വിത്ത് ഫ്രിഡ്ജ്. ഗൈസ് നമുക്ക് ഇനി അപ്സ്റ്റേഴ്സിലേക്ക് പോവാം. ഡീറ്റെയിൽഡ് ഹോം ടൂറാണ് നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ നമുക്ക് ഇവിടെയും ഒരു ഹോളുണ്ട്. ഓ, മുകളിലൊരു ബെഡ്റൂം ഉണ്ട്. എല്ലാം മുറി AC ആണ്. കൊള്ളാം. ഇനി ഇത് കയറി വരുമ്പോൾ മൂന്നാമത്തെ ബെഡ്റൂം, അതും AC. 3 ബെഡ്റൂം ഉണ്ടല്ലേ? ബാൽക്കണിയാ? ലൈറ്റ് ഉണ്ടോ അവിടെ? ഇവിടെ ഒരു ബാൽക്കണിയാണ്. വെള്ളമാണ്. വെള്ളമായതുകൊണ്ട് ഞാൻ കാണിക്കണില്ല. സെറ്റാണ്. ഇത് മെയിൻ ബാൽക്കണി. പക്ഷെ വെള്ളമാണ്. അപ്പോ സെറ്റാണ്. സെറ്റല്ലേ? Early the next morning. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല ഓർമ്മയിലെത്തി. ഹരി വിശക്കാണല്ലേ? എന്തായാലും പറ, എന്താ മൂഞ്ചി കുത്തിരിക്കണ? എന്താണ് മൂഞ്ചി കുത്തിരിക്കണ? മഴയത്ത് നേരെ സീനടിയിൽ നിൽക്കണത്. ബിഗ് ബോസിലെ കഥ പറഞ്ഞത് അതോടെ റൂളായിട്ട് പുറത്തിറങ്ങിപ്പോ റോബിന്റെ ആധാരത്തിനെ പോലെ അറിഞ്ഞു. കോൺഷ്യസ് ആക്കാൻ രാവിലെ നല്ല ചൂട് മസാല ദോശ, ചമ്മന്തി ഒക്കെ അടിക്കാൻ. എങ്ങനെയുണ്ട് ഫുഡ്? 4 hours later. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ സമയം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അവിടെ പരിപാടിയൊക്കെ തീരാറായിട്ടുണ്ടെന്നാണ് അല്ലേ? ഓക്കെ, പഞ്ചലാണ്. അതെ, പഞ്ചലായ ആൾക്കാരായോണ്ട് നമ്മൾ കൃത്യസമയത്ത് തന്നെ പോയി. 10:00 പരിപാടി കാരണം ഇപ്പൊ നമ്മള് 2 മണി ആവാറാകുമ്പോഴേ നമ്മൾ അടുത്തുള്ളൂ. 10:30 പരിപാടി. 1:40 അവിടെ 10:00 പരിപാടിയാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. വേഗം എത്താൻ നോക്കട്ടെ. ഹായ് ഗൈസ്, അപ്പോ നമ്മളിത് പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി അവരെ കാണട്ടെ ഗൈസ്. അപ്പോൾ നമ്മള് പള്ളിയിലെത്തിയിട്ടുണ്ട്. ഞാൻ ഓഡിറ്റോറിയം കാണിച്ചില്ല. ഇതാണ് ഗൈസ് ഹോൾ. എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ഹരി എന്തെങ്കിലും കഴിച്ചാ നീ? ബീഫാണിത്. മീനാ? മീനാണ്. ബീഫാണിത്.
Wow, nice. നൈസാണ്. ഒരു മിനിറ്റ് ഒന്നുകൂടി എങ്ങനെയുണ്ട്? കഴിച്ചാണ് ആ സെറ്റാണ്. നമുക്കൊരു ഡെസേർട്ട് എടുക്കാം. ഇങ്ങെടുത്ത് തരും. ഇത്രയും സ്നേഹമുള്ള നൻപൻ അതും വേണം എനിക്ക്. ഒരു സ്പൂൺ കൂടി വെച്ചൊന്ന്. ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം അല്ലേ? ആദ്യം നമുക്ക് കേക്ക് കഴിക്കാം. അടുത്തൊന്നും കോട്ടയത്ത് ഇങ്ങനെ ഒരു കാര്യം കഴിച്ചിട്ടില്ല. അതെ, ഹെവി പരിപാടിയാണ് അല്ലേ? നീ മാത്രം കഴിക്കലുള്ളൂ. പോട്ടെ. ഇനി എന്താണ് അടുത്ത പരിപാടി? കോഡ് ഡ്രൈ ക്ലീൻ ചെയ്ത് വെക്ക്. എന്തായാലും ഫ്ലൈറ്റ് പിടിച്ച് കല്യാണത്തിന് വന്നതേ. ആത്മാർത്ഥ സുഹൃത്ത് അഫ്സലിന്റെ എല്ലാവിധ പോട്ടെ. അടുത്ത ഓക്കെ. അത് കൃത്യമായി അപ്പൊ പരിപാടിയെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. പരിപാടി സെറ്റായിരുന്നു അല്ലേ? ഫുഡൊക്കെ അടിപൊളി പരിപാടി. നമ്മൾ അങ്ങനെ അതെ വിട പറയുകയാണ്. ഒരു കല്യാണം കൂടി കൂടിയിരിക്കുന്നു. നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് വിട പറയുകയാണ് ഗൈസ്. ഇനി നമ്മുടെ നാട്ടിലേക്ക്. അതെ, ഇനി ബാക്ക് ടു എറണാകുളം. എന്നിട്ട് ഞാൻ വന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് ഇപ്പോൾ എറണാകുളത്തെത്തി. കറക്റ്റ് പറയുകയാണെങ്കിൽ കാക്കനാട്. ഇനി നമ്മൾ ആലുവ പോയിട്ട് അശ്വിനെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക്. കാക്കനാട് നല്ല ബ്ലോക്ക് ഉണ്ട്. മെട്രോൻ്റെ പണി നടക്കണുണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മളിങ്ങനെ വന്നപ്പോൾ അഫ്സലിൻ്റെ കാറിലാണ് വന്നത്. അഫ്സലോണെ വീട്ടിൽ കൊണ്ടുപോയി ചവിട്ടി തരാന്നാണ് പറഞ്ഞേക്കണത്. അല്ല അഫ്സലെ, ആലുവയില് അച്ഛനെ ഇറക്കി വിട്ടിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. എന്ത് ചെയ്യാനാ, ഇഷ്ടംമാതിരി കാറുള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും മാറി മാറി നോക്കുമല്ലോ. ഇഷ്ടംമാതിരി ബ്ലോക്ക് ഉണ്ട് ഗൈസ്. അഫ്സലിന്റെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് റൈഡ് കാണിക്കാൻ മിന്നൽ വേഗതയിലാണ് മെട്രോ പില്ലറിന്റെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് കൂടി അഫ്സൽ വണ്ടി ഓടിക്കുന്നത്. ട്രാഫിക് ഒന്നും ഒരു വിഷയമല്ല. അതെ, പക്ഷെ നമ്മൾ കറക്റ്റ് സ്പീഡിലാണ് പോകുന്നത്. പക്ഷെ എന്റെ സ്കിൽഡ് ഡ്രൈവിംഗ് നിങ്ങളെ കാണിക്കാതിരിക്കാനായിട്ട് വയ്യ നമുക്ക്. ഇപ്പൊ എന്റെ ഒരു സ്കില്ല് കാണിക്കും സ്റ്റിയറിംഗ് വെച്ച്. അഫ്സലിലേക്ക് ഒരു ഡ്രൈവിംഗ് സ്കില്ലേ. 5:15 വീടത്തണം. 4:36. രണ്ടുപേരും അച്ഛനിറക്കിയിട്ട് എന്റെ വീട്ടിലാക്കണം. നിന്നെ ഇറക്കിവിട്ടാ കുഴപ്പമില്ല. എനിക്ക് ഞാനും കാറെന്നാ ഞാൻ വീട്ടിൽ പോകാം. ശരി,
ഗായ്സ്, അപ്പൊ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ബാക്കി വരാം, വൈൻഡപ്പ് ചെയ്യാൻ വരാം.